ബിജു, നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായി ഈ റോഡിൽ നടന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അതിന് രണ്ട് ഭാഗവും കേൾക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയാണ്. എങ്ങനെയാണ് കേരളത്തിലെ പൊതുസമൂഹം ഈ വിഷയത്തെ സമീപിക്കുന്നത് എന്നതൊക്കെ നമുക്കറിയാം. ചില കാര്യങ്ങൾ ആദ്യം പുറത്തു വരുന്നു. അതിനുശേഷം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ കോടതി ഇടപെട്ടതിനെ തുടർന്ന് കേസെടുക്കുന്നു. ഈ നേരത്തെ ഏതു പരാതി കൊടുത്ത പ്രകാരം കേസ് ഉണ്ടാകുന്നില്ല, കോടതി ഇടപെടൽ ഉണ്ടാകുന്നു, കേസെടുക്കുന്നു. ബൈജു നോയൽ കൊടുത്ത പരാതിയിന്മേലാണ് സംഭവിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്നത്തെ പോലീസിന്റെ നീക്കം ഈ യദുവിനെതിരെ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായാണ് ഏതാണ്ട് 1 മണിക്കൂറോളം ഇദ്ദേഹം ഈ യാത്രയിലുടനീളം സംസാരിച്ചിരുന്നു എന്നുള്ളത്. ഇത്തരം തെളിവുകൾ ഈ കേസിൻ്റെ ഈ ഘട്ടത്തിൽ ഈ വിഷയത്തിൽ എങ്ങനെ പ്രസക്തമാകുന്നു? പോലീസ് ഇങ്ങനെ ഇയാൾക്കെതിരെ ഇത്തരത്തിൽ നീങ്ങുന്നത് എന്തുകൊണ്ടാണ്? അല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഈ വിഷയത്തിൽ മാധ്യമങ്ങളും അല്ലെങ്കിൽ പൊതുസമൂഹവും ചർച്ച ചെയ്യുകയാണ്. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? തിരുവനന്തപുരത്തുണ്ടായ ഒരു ചെറിയ വിഷയവുമായി ബന്ധപ്പെട്ട് അതിൽ ഒരു MLAയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു മേയറും ഉൾപ്പെട്ടുപോയി എന്നതാണ് ഇവിടുത്തെ വിഷയം. അത് ഞാനും അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രസ്ഥാനവും ഇടതുപക്ഷ പ്രസ്ഥാനവും ഒന്നും അതിനെ ചെറുതായിട്ട് കാണുന്നില്ല, അതേപോലെ തന്നെ വലുതായിട്ടും കാണുന്നില്ല. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഒരു വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ രണ്ട് സ്ത്രീകളും 2 പുരുഷന്മാരും ആകട്ടെ, അവരാരോ ആകട്ടെ, സഞ്ചരിക്കുന്ന വാഹനത്തിന് മുന്നേ പോകുന്ന ഒരു സ്വകാര്യ വാഹനം പോകുമ്പോൾ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ, അതായത് ഒരു KSRTCയുടെ ഡ്രൈവർ അംഗവിക്ഷേപം കൊണ്ട്, ചേഷ്ടകൾ കൊണ്ട് ചില കാര്യങ്ങൾ കാണിക്കുന്നു. അപ്പം അങ്ങനെ അത് കാണിക്കുമ്പോൾ തെറ്റാണ് എന്ന് അവർക്ക് തോന്നിയത് കൊണ്ട് ഈ പറയുന്ന വണ്ടിയെ അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്ത് അവരുമായി സംസാരിക്കുന്നു. തെറ്റാണ് എന്ന് അവർക്ക് തോന്നിയെങ്കിൽ പ്രധാനപ്പെട്ട, നമ്മൾ ഒരുപാട് സംസാരിച്ചാണ് എങ്കിൽ താങ്കൾ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, തെറ്റാണെന്ന് അവർക്ക് തോന്നിയെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥാനത്തെ അവർ ചെറിയ ആളുകളൊന്നും അല്ലല്ലോ ശ്രീ ആയൂർ ബിജു. കാരണം ഒരു ഫോൺ കോളിൽ മന്ത്രി ഫോൺ എടുക്കുന്ന ആളുകളാണ്. ഒരു പോലീസ് സ്റ്റേഷനിൽ ഒന്ന് വിളിച്ചാൽ ആ ബസ് തടഞ്ഞിട്ട് അവിടെ പരിശോധന നടത്തുകയും ഇയാൾക്ക് നടപടി എടുക്കുകയും ചെയ്യുക. അയാളുടെ പണി അപ്പം പോവും. അതല്ലേ ഇവർ ചെയ്തത്? അല്ല, അതിന് മറ്റൊരു കാര്യമുണ്ട്. ഈ വാഹനം ഓടിക്കുന്നത് മേയറല്ല, MLA അല്ല, ഒരു വ്യക്തിയാണ്. അകത്തുണ്ട്. അല്ല, ഞാനും താങ്കളും സഞ്ചരിക്കുന്ന ഒരു വാഹനമാണെന്നിരിക്കട്ടെ. അപ്പോൾ എന്റെ ഡ്രൈവറാണ്, ആ ഡ്രൈവർ പോകുന്ന അല്ലെങ്കിൽ ഡ്രൈവർക്ക് ഈ ഇദ്ദേഹം കാണിക്കുന്ന ആ ചേഷ്ടകൾ കണ്ട് ഇഷ്ടപ്പെടാതെ വണ്ണം ആ ഡ്രൈവർ ഈ വാഹനത്തെ ഓവർടേക്ക് ചെയ്തു. അപ്പൊ ഈ ഓവർടേക്ക് ചെയ്ത് നിർത്തുന്നൊന്നും ഇവർ അറിഞ്ഞില്ലെന്നുള്ളതാണോ? തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കാം. പക്ഷേ അവരുടെ നിയന്ത്രണത്തിന് വിധേയമല്ലാത്ത ഒരു രീതിയിലാണ് ഈ ഡ്രൈവർ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് പുതിയ വാദമാണ്. അല്ല, പുതിയ വാദമല്ല. ഞാനും രഞ്ജിത്തും കൂടി പോകുന്ന ഒരു യാത്ര, ആ യാത്രയിൽ എന്റെ ഭാര്യയുണ്ട്, താങ്കളുടെ ഭാര്യയുണ്ട് എന്ന് വിചാരിക്കുക. നമ്മൾ പോകുന്നു. ഒരു ഡ്രൈവർ, അത് ചിലപ്പോൾ എന്റെ സഹോദരനായിരിക്കാം, എന്റെ മകനായിരിക്കാം, മറ്റൊരു വ്യക്തിയായിരിക്കാം. ഈ പോകുന്ന വഴിക്ക് ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഡ്രൈവർ മോശമായിട്ട് അവരെ ഏതെങ്കിലും തരത്തിൽ അലോസരപ്പെടുത്തുന്ന, അല്ല, ഈ കാഴ്ച കണ്ട ഡ്രൈവർ അല്ല, ഈ പറഞ്ഞ മേയറും മേയറുടെ സഹോദരിയാണെന്നാണ് ആദ്യം മുതലുള്ള വാദം. ഞാൻ അതിലേക്ക് വരാം. അങ്ങനെ വരുമ്പോൾ ഈ ഡ്രൈവർ ഈ വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് എവിടെയെങ്കിലും വെച്ച് പിടിച്ചു എങ്കിൽ എന്താണ് തെറ്റ്? അതാണ് ഡ്രൈവറുടെ മാത്രം തെറ്റാണ്. അപ്പൊ ഈ മേയറും MLA നിരപരാധികളാണ്. ഞാൻ ചോദിക്കട്ടെ, പുതിയ ക്യാപ്സ്യൂൾ അതെന്താണ്? ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഈ ചർച്ച, കുറച്ച് ദിവസമായിട്ട് ഈ ചർച്ചകൾ നമ്മൾ നയിക്കുന്നുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് താങ്കൾ അങ്ങനെ അതിന് നാളെ ഒരു പക്ഷേ ഇത്തരത്തിൽ മറ്റുള്ള പ്രതികരണം ഉണ്ടായിരിക്കും. ഞാൻ ഒരു വട്ടം കൂടി പറയാം, അത് കൃത്യമാണോ എന്ന് താങ്കൾ ആലോചിക്കുക. ഞാനും അല്ലെങ്കിൽ മേയറും MLAയും അടങ്ങുന്ന ഒരു സംഘം യാത്ര ചെയ്യുന്നു. ഒരാൾ വാഹനം ഓടിക്കുന്നു. ആ വാഹനം ഓടിക്കുമ്പോൾ അതിനു മുന്നേ പോയ ഒരു KSRTC ഡ്രൈവർ ഇവർക്ക് അനുകൂലമല്ലാത്ത ചില അംഗവിക്ഷേപങ്ങൾ കാണിക്കുന്നു. ആ ഡ്രൈവർ എന്ത് ചെയ്യുന്നു? ഈ വാഹനത്തെ ഓവർടേക്ക് ചെയ്യുന്നു, അവിടെ കൊണ്ടിടുന്നു അല്ലെങ്കിൽ സംസാരിക്കുന്നു. എന്താണ് തെറ്റ്? എങ്ങനെയാണ് മേയറും MLAയും കക്ഷിയാകുന്നത്? പുറത്തിറങ്ങി വാഹനം തടഞ്ഞ ശേഷം പുറത്തിറങ്ങി സംസാരിച്ചത് ആരാ? ഡ്രൈവർ മാത്രമാണ്. സ്വാഭാവികമായിട്ട് ഇറങ്ങുമല്ലോ. അല്ല, അവിടെ ആര് നിയമം ലംഘിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്? ഇല്ല, കേസ് എന്താണെന്നറിയാമോ താങ്കൾക്ക്? ഇന്നലെ കന്റോൺമെന്റ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് എടുത്ത കേസ് എന്താണെന്നറിയാമോ? താങ്കൾക്ക് അറിയാമോ? അത് കാരണം കോടതി നിർദ്ദേശിച്ച ശേഷമാണ് കേസ് എടുത്തത്. അത് നിയമവിരുദ്ധമായി സംഘം ചേരൽ, പൊതുഗതാഗതത്തിന് തടസ്സമുണ്ടാക്കൽ, അതൊക്കെ എവിഡന്റ് അല്ലേ ശ്രീ ആയൂർ ബിജു? അത് തെറ്റല്ലെന്നാണ് താങ്കളെ പോലെ വളരെ പ്രധാനപ്പെട്ട പൊതുപ്രവർത്തനം പറയുന്നത്. അത് വളരെ ബാലിശമായ വാദമാണ്. ഞങ്ങൾ പറയുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും
ഞങ്ങളുമായി ബന്ധപ്പെട്ട സംവിധാനവും പറയുന്നു. ഒരു ഡ്രൈവർ ചെയ്ത തെറ്റിന് ഞങ്ങളുടെ മേയറോ ഞങ്ങളുടെ MLA കക്ഷിയല്ല. ആ വാഹനം നിർത്തിയതിനു ശേഷം ഇവർ ഇറങ്ങിയിട്ടുണ്ടാകാം. താങ്കൾ കാണിച്ച തെറ്റാണ് എന്നവർ പറഞ്ഞിട്ടുണ്ടാകാം. തന്നെ പോലെ ഒരാള് ഇത്തരത്തിൽ ചെയ്താൽ അത് എന്നോട് എന്ന് പറഞ്ഞാൽ ഒരു MLA അല്ലെങ്കിൽ ഒരു മേയറോട് ഇത് കാണിച്ചെങ്കിൽ താങ്കൾ എന്താണ് ഈ സംസ്ഥാനത്ത് കാണിക്കുന്നത് എന്ന് ചോദിച്ചത് തെറ്റൊന്നുമില്ലെന്നേ. നിങ്ങൾ അതിലേക്ക് വരണം. മാധ്യമങ്ങൾ അത്തരത്തിൽ ഈ വിഷയം കാണണം. അപ്പൊ ഇനിയിപ്പോ ഞാൻ ചോദിക്കാം, ഇനി ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നാട്ടുകാർ മുഴുവൻ ഇങ്ങനെ വണ്ടികൾ തടഞ്ഞിടുക, അല്ലെ? അതാണ് മറുപടി. അപ്പൊ നമുക്ക് പോലീസും നമുക്ക് മറ്റ് നിയമ സംവിധാനങ്ങളോ ഒന്നും വേണ്ട, നിയമം കയ്യിലെടുക്കാം. ഇങ്ങനെ വണ്ടി തടഞ്ഞിടട്ടെ, എന്നിട്ട് നടു റോഡിൽ കിടക്കട്ടെ, സീബ്ര ലൈനിൽ കൊണ്ട് വണ്ടി വെക്കട്ടെ, ആ KSRTC ബസ്സിലെ യാത്രക്കാരെ ഇറക്കി വിടട്ടെ. അങ്ങനെ വേണം. കയ്യൂക്കുള്ള ആളുകൾക്ക് താങ്കൾ ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ ഇതിനപ്പുറം കാണിക്കാവുന്നേ. KSRTC ഡ്രൈവറെ വേണം താഴെ ഇറക്കി അടിക്കാവുന്നേ. അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. എന്താണ് നോക്ക്, കൃത്യമായി ഞാൻ നേരത്തെ പറഞ്ഞത് താങ്കൾക്ക് ബോധ്യപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. ഞാൻ ഒന്നും കൂടെ താങ്കൾക്ക് വേണ്ടി പറയാം. അതായത് ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്ന 2 സ്ത്രീകൾ അടങ്ങുന്ന ഒരു സംവിധാനത്തെ അല്ലെങ്കിൽ ഒരു കൂട്ടരെ ഒരു KSRTC ഡ്രൈവർ മോശമായി ആംഗ്യം കാണിക്കുന്നു, അവരെ ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യുമ്പോൾ ആരാണ് പോകുന്നത്? ആ വണ്ടി ഓടിച്ച ഡ്രൈവറാണ് പോകുന്നത്. ആ ഡ്രൈവർ വണ്ടി ഓടിച്ച് ഈ വാഹനത്തിന് മുന്നിൽ ചെല്ലുന്നു. ഒരു MLAക്ക്, ഒരു മേയർക്ക് ഈ കേരള സംസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഒരു ദുരഭിമാനം ഉണ്ടായാൽ, ഒരു ദുരവസ്ഥ ഉണ്ടായാൽ താഴെയുള്ള ജനങ്ങളുടെ അവസ്ഥ എന്താകും? അതാണ് ചോദിക്കുന്നത്. അത് ബോധ്യപ്പെടുത്താൻ അവർ ഇറങ്ങുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ കാണിച്ചു നോക്കൂ, നിങ്ങൾ എന്ത് ആംഗ്യ വിക്ഷേപമാണ് കാണിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. താങ്കൾ എന്ത് ആംഗ്യമാണ് കാണിക്കുന്നത്, താങ്കൾ എന്താണ് ആ തരത്തിൽ ആംഗ്യം കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ന്യൂസ് 18 അതൊന്ന് നോക്കൂ, അന്നത്തെ ചർച്ച, അന്നത്തെ ആ വിഷ്വൽസ് ഒന്ന് പറയൂ. ആ സമയത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ കേട്ടു, അല്ലല്ലോ? ഒരുപാട് നമ്മളിപ്പോ ഒരുപാട് വാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ഹാൻഡിലുകളുടെ ഭാഗത്ത് നമ്മൾ ഒരുപാട് കേട്ടു. ഇപ്പോൾ ഇതൊരു പുതിയ വാദം. അപ്പൊ ഡ്രൈവർ മാത്രമാണ് കുറ്റക്കാരൻ. ഇറങ്ങി വണ്ടി തടഞ്ഞ് അവിടെ ഇട്ട ഡ്രൈവർ മാത്രമാണ് കുറ്റക്കാരൻ. ഈ ഇറങ്ങിയ മേയറും അപ്പോ ഈ പറഞ്ഞ പോലെ MLA ഒന്നും ഈ വിഷയത്തിൽ പ്രതികൾ അല്ലെ കുറ്റക്കാരോ അവർക്ക് തെറ്റ് സംഭവിച്ചിട്ടില്ല. അവിടെയല്ലേ താങ്കൾ ഉറച്ചു നിൽക്കുന്നത്? അവര് കുറ്റക്കാരാകില്ല. കാരണം ആ വണ്ടി ഓടിച്ച ഡ്രൈവർ ഉണ്ട്, അദ്ദേഹമാണ് ഈ വണ്ടിയുടെ മുന്നിൽ, KSRTC വണ്ടിയുടെ മുന്നിൽ ഈ വാഹനം കൊണ്ട് കണ്ടോൺമെന്റ് പോലീസ് 5 പേർക്കെതിരെ കേസെടുത്തത്, ഇവർക്കുൾപ്പെടെ. അതൊക്കെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട കേസ് കാര്യങ്ങളാണ്. എങ്ങനെ 5 പേർക്കെതിരെ കേസെടുക്കും? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മൾ പോകുന്ന വാഹനമാണെങ്കിൽ എന്റെ ഡ്രൈവർ ചെയ്ത ഒരു തെറ്റിന് ഞാൻ എങ്ങനെ പ്രതിയാകും? കോടതി പറഞ്ഞിട്ടുണ്ട്, കോടതിക്ക് മുന്നിൽ ചെന്നപ്പോൾ കോടതിക്ക് നീതി നടപ്പിലാക്കണം. അതുകൊണ്ട് കോടതി പറഞ്ഞു ഇവർക്കെതിരെ കേസെടുക്കണം. ശരി. സ്ത്രീത്ത്